യുഎസിനെതിരെ പുതിയ നീക്കവുമായി ഇറാൻ രംഗത്ത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ഇറാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി അബ്ബാസ് അരാഗ്ചി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാനും മേഖലയിലെ സൈനിക സംഘർഷം ഒഴിവാക്കുവാനുമുള്ള ഒരു നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. എന്നാൽ ഈ കൂടിക്കാഴ്ച ട്രംപുമായുള്ള വലിയൊരു പ്രശ്നങ്ങളിലേക്ക്, അതായത് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴി മാറുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതായത് ട്രംപിനുള്ള വലിയൊരു അടിയാകുമോ എന്നതാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. ആണവായുധത്തിൽ കണ്ണും നട്ടിരിക്കുന്ന ട്രംപിനെ ആകട്ടെ ഇത് കൂടുതൽ ചൊടിപ്പിക്കുവാനും കാരണമായേക്കുമെന്നും വ്യക്തമാക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ അങ്ങനെ ഒരു ചൊടിപ്പിക്കൽ ഉണ്ടായാൽ അത് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക്, ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വാക്പോരിലേക്കും കാരണമായേക്കുമെന്ന ചോദ്യങ്ങളടക്കം ഉയരുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഈ കൂടിക്കാഴ്ച മറ്റൊരു വഴിത്തിരിവാകും എന്നതും മറ്റൊരു വസ്തുതയായി എടുത്തു പറയുന്നു. ഇറാൻ US ആണവ ചർച്ചയ്ക്ക് മുന്നോടിയായി തന്നെ ഇറാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി അബ്ബാസ് അരാഗ്ചി ആകട്ടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രേസുമായി തന്നെയാണ് കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുന്നത്. വിദേശകാര്യ മന്ത്രിക്കൊപ്പം തന്നെ ഇറാന്റെ ആണവ വിദഗ്ധരും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ആണവ ചർച്ചയ്ക്ക് തൊട്ടു മുൻപാണ് ഇത്തരത്തിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ഇറാൻ നേരത്തെ തന്നെ സഹകരണം അവസാനിപ്പിക്കുകയും ചെയ്തു. പുതിയ കൂടിക്കാഴ്ചയാകട്ടെ ഇറാൻ അമേരിക്ക ചർച്ചകളിൽ വലിയൊരു വഴിത്തിരിവായേക്കുമോ എന്ന വിലയിരുത്തലടക്കമാണ് പുറത്തുവരുന്നത്. അതേസമയം ഈ നീക്കം ട്രംപിനെ തന്നെ പൂട്ടാനുള്ളതാണ് എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാനും മേഖലയിലെ സൈനിക സംഘർഷം ഒഴിവാക്കുവാനുമുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി തന്നെ കൂടിക്കാഴ്ച നടക്കും. നീതിയുക്തമായ ചർച്ചയ്ക്ക് വേണ്ടിയാണ് തങ്ങൾ ജനീവയിൽ എത്തിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഭീഷണിക്ക് വഴങ്ങിയുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറല്ല എന്നതും ഇവിടെ വ്യക്തമാകുന്നുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരിച്ചതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോഴും അവിടെ വലിയ രീതിയിൽ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് എത്തുന്നു. ആണവ നിയന്ത്രണങ്ങൾക്ക് പകരമായി തന്നെ അവിടെ ഉപരോധങ്ങൾ നീക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുമ്പോൾ തന്നെ ഇറാന്റെ മിസൈൽ പദ്ധതികളെ കൂടി തന്നെ ചർച്ചയിൽ ഉൾപ്പെടുത്തണമെന്നതാണ് അമേരിക്കയുടെ നിലപാട്. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം അത് പൂർണ്ണമായി നിർത്താൻ ഇറാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ US ആക്രമണത്തിൽ തകർന്ന ആണവ നിലയങ്ങളിൽ ഉൾപ്പെടെ തന്നെ പരിശോധനകൾ പുനരാരംഭിക്കാൻ ഇവിടെ വലിയ രീതിയിൽ അനുമതി നേടുകയും ചെയ്തു. എന്നാൽ ഈ സ്ഥലങ്ങൾ ഇപ്പോൾ സുരക്ഷിതമല്ല എന്നും ആക്രമണങ്ങളിലെ ഏജൻസിയുടെ നിലപാട് വ്യക്തമാക്കണമെന്നതാണ് ഇറാന്റെ മുന്നറിയിപ്പായി തന്നെ അല്ലെങ്കിൽ മറുപടിയായി തന്നെ വ്യക്തമാക്കുന്നത്. അതേസമയം അമേരിക്കയുമായുള്ള രണ്ടാം ഘട്ട ആണവ ചർച്ചയ്ക്കായി തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ജനീവയിൽ എത്തിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പിരിമുറുക്കങ്ങൾ അവിടെ കുറയ്ക്കുവാനും പരമാവധി സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കുവാനും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ആകട്ടെ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിരിമുറുക്കങ്ങൾ യുദ്ധത്തിലേക്ക് നയിക്കാതിരിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കിടയിലും അമേരിക്ക വീണ്ടും യുദ്ധ കപ്പലുകൾ പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. ആദ്യ റൗണ്ട് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഒമാനി വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ആകട്ടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവിയായ റാഫേൽ ഗ്രേസുമായും ഇറാന്റെ ഇത്തരത്തിൽ ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ മറ്റൊരു വിലയിരുത്തലായി വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.